സഹായത്തിനായിരിക്കോ? ഏയ്, ഫിനാൻഷ്യൽ ഹെൽപ്പ് ഒന്നും അങ്ങനെ ചോദിക്കില്ല. ആളൊരു അഭിമാനിയാ. ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് സ്പീക്കറിലിട്ടെ. ആ സാജ, എന്തുണ്ട്? എന്ത് പറയാനാ ഗൗതം, അവസാന പ്രതീക്ഷയും കൈവിടുന്ന ലക്ഷണോ? അതെന്ത് പറ്റി സാജ? എൻ്റെ ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റില്ലേ, സ്റ്റീൽ ഫാക്ടറി, സംതൃപ്തി ഇൻഡസ്ട്രീസ്, അത് ലോണിലായിരുന്നല്ലോ. നാളെ അത് ബാങ്ക് ലേലത്തിൽ വയ്ക്കുക. ആ ലേലത്തിൽ പോലും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു നല്ല എമൗണ്ടിൽ ലേലം പോയാൽ ബാങ്കിന്റെ കടം തീർത്ത് ബാക്കി കിട്ടുന്ന പണം കൊണ്ട് ജീവിച്ചു പോകാമെന്ന് കരുതിയതാ. പക്ഷേ ആ CK ചന്ദ്രബോസ് അത് സമ്മതിക്കുന്ന ലക്ഷണമല്ല. ചന്ദ്രബോസോ? അയാൾ എന്ത് ചെയ്തു? എന്റെ സ്റ്റീൽ ഫാക്ടറി ലേലത്തിൽ പിടിക്കാൻ തീരുമാനിച്ചിറങ്ങി തിരിച്ചിരിക്കുക അയാള്. പിടിച്ചോട്ടെ, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചുളുവിലയ്ക്ക് തട്ടിയെടുക്കാനുള്ള പരിപാടിയാ. ലേലത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും അയാളെ വിളിച്ച് ബ്ലോക്ക് ചെയ്തു. അത്യാവശ്യം പണം കൊടുത്താൽ ഒതുങ്ങുന്നവരെയൊക്കെ അങ്ങനെ ഒതുക്കി. തുച്ഛമായ എമൗണ്ടിൽ ലേലം ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയാ അയാൾ ഒപ്പിക്കുന്നത്. അയാളെ പേടിച്ച് ആരും വരില്ല. 10 പൈസ പോലും എനിക്ക് കിട്ടാനും പോകില്ല. അങ്ങനെ സംഭവിച്ച ആത്മഹത്യ അല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയില്ല ഗൗതം. ഇനിയിപ്പോ എന്ത് ചെയ്യും സാജ? അതിനാണ് ഞാൻ ഗൗതമിനെ വിളിച്ചത്. എന്നെ ഒന്ന് സഹായിക്കണം. ഞാനോ? ഞാൻ എന്ത് ചെയ്യണ? ഗൗതം കൂടി ആ ലേലത്തിൽ പങ്കെടുക്കണം. CKCയുമായി ഫൈറ്റ് ചെയ്യാൻ ഇന്ന് ഗൗതം അല്ലാതെ വേറൊരാളില്ല. ഗൗതം ലേലത്തിൽ പങ്കെടുക്കുമെന്നറിഞ്ഞാൽ മറ്റുള്ളവരും വരും. അവർക്ക് അതൊരു ധൈര്യമാവും. എന്റെ ഫാക്ടറി നല്ല വിലയ്ക്ക് പോയാൽ എനിക്ക് വേറെ ഏതെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള ഒരു തുക കിട്ടും. സാജ, അതിലൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഫീൽഡാണ് ഈ സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറയുന്നത്. ആ ഫാക്ടറി ഏറ്റെടുത്താൽ എനിക്കത് പ്രോഫിറ്റ് ആക്കാൻ പറ്റും എന്ന കോൺഫിഡൻസ് എനിക്കില്ല.